സോ നമുക്ക് പോർഷനിലേക്ക് പോവാം. So first question, which one of the following is a single point cutting tool? തന്നിരിക്കുന്നവയിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ട്വിസ്റ്റ് ഡ്രിൽ, ഓപ്ഷൻ ബി ഗ്രൈൻഡിംഗ് വീൽ, ഓപ്ഷൻ സി മില്ലിംഗ് കട്ടർ, ഓപ്ഷൻ ഡി പാർട്ടിംഗ് ടൂൾ. ഇതില് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഏതാണ്? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേ. പാർട്ടിംഗ് ടൂൾ ആണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ്. ഗ്രൈൻഡിംഗ് വീൽ ആണ്? അല്ല, ഗ്രൈൻഡിംഗ് വീൽ എന്ന് പറയുന്നത് അതില് തൗസൻഡ്സ് ഓഫ് കട്ടിംഗ് പോയിന്റ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അതായത് അതില് ഈ അബ്രസീവ് പാർട്ടിക്കിൾസ് കുറെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഗ്രൈൻഡിംഗ് വീൽ എന്ന് പറയുന്നത് അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കട്ടിംഗ് വീൽസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് കട്ടിംഗ് പോയിന്റ്സ് ഉള്ള ഒരു കട്ടിംഗ് ടൂളാണ്. നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പാർട്ടിംഗ് ടൂളാണ്. പാർട്ടിംഗ് ടൂൾ. ട്വിസ്റ്റ് ഡ്രില്ല് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കട്ടിംഗ് പോയിന്റ് ഉണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. 2 കട്ടിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ, 2 കട്ടിംഗ് പോയിന്റ് ഉണ്ട്. മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാ. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഇതിലെന്താണ് 2-ലധികം കട്ടിംഗ് എഡ്ജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നിരിക്കുന്നവയില് പാർട്ടിംഗ് ടൂളാണ്. നമ്മൾ ലേത്തിൽ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ, അതെല്ലാം എന്താണ്? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് അല്ലെ. പാർട്ടിംഗ് ടൂൾ അതിങ്ങനെ ഇരിക്കും അല്ലെ. കട്ടിംഗ് ടൂൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എൻഡിൽ എന്താ അല്പം വീതി കൂടുതലായിരിക്കും, ഈ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ടേണിംഗ് ടൂൾ, അതായത് ഡയമീറ്റർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൂള് ടേണിംഗ് ടൂൾ. അതായത് റൈറ്റ് ഹാൻഡ് ടേണിംഗ് ടൂൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ടേണിംഗ് ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ റേഡിയസ് ടേണിംഗ് ഫോം ടൂള്, അതായത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ടൂള്, ഫോം ടൂൾ എന്ന് പറയും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പിലുള്ള ടൂളാണ്. ഇതൊക്കെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ത്രെഡ് കട്ടിംഗ് ടൂള്, ചാംഫറിംഗ് ഫോം ടൂള്, ചാംഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഫോം ടൂൾ. ഇതൊക്കെ എന്താണ്? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾസ് ആണ് കേട്ടോ. ഇപ്പൊ നിലവിലുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പിംഗ് ടൂളാണ്. നമ്മുടെ എന്താണ് പാർട്ടിംഗ് ടൂളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രില്ലിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ കട്ടിംഗ്, ഓർത്തോഗണൽ കട്ടിംഗ്, യൂണിഫോം കട്ടിംഗ്, ഒബ്ലിക് കട്ടിംഗ്. യെസ്, ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിക് കട്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അതിന്റെ കട്ടിംഗ് എഡ്ജസ് ഉണ്ട്, അത് നമ്മൾ ലിപ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലിപ്പ് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇരിക്കുന്നത് അല്ലെ. ലിപ്സ് ഒക്കെ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇരിക്കുന്നത്. സോ ഇത് വർക്ക് പീസ്, അത് അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്. സോ അതുകൊണ്ട് അതൊരു ഒബ്ലിക് കട്ടിംഗ് ആണ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഒബ്ലിക് കട്ടിംഗ് ആണ്. ഓക്കെ, സോ ഡ്രില്ലിംഗ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ലിക് കട്ടിംഗ് ആണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ദി കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ഡ്രിൽ ബിറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് സം ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ദി വർക്ക് പീസ് സർഫസ്. വർക്ക് പീസിന്റെ സർഫസ് എടുത്ത് അതിനെ വെച്ച് നോക്കുമ്പോൾ അത് അല്പം ഇൻക്ലൈൻഡ് ആണ്. ദി ആംഗിൾ അറ്റ് വിച്ച് ദി ഡ്രിൽ ബിറ്റ് ഈസ് ഇൻക്ലൈൻഡ് ഈസ് നോൺ ആസ് പോയിന്റ് ആംഗിൾ. പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്രിൽ ബിറ്റിന് നമ്മളിങ്ങനെ എലവേഷൻ ഈ രീതിയിൽ നോക്കുമ്പോൾ, ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും അല്ലെ. അതിന്റെ 2 എൻഡിൽ ഇത് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയും. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്കൊരു ലൈൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അവിടെ തന്നെയാണ് കട്ടിംഗ് എഡ്ജ് വരുന്നത്. സോ ഈ ആംഗിളിനാണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. പോയിന്റ് ആംഗിൾ. ഓക്കെ, ജനറൽ പർപ്പസ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ജനറൽ പർപ്പസ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രി ആണ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ പോയിന്റ് ആംഗിൾ ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു എന്താണ് ഒബ്ലിക് കട്ടിംഗ് ആണ്. ദെൻ ഈ ഡ്രില്ലിംഗ് പ്രോസസ്സിൽ തന്നെ നടക്കുന്ന ഡ്രില്ലിംഗ് പ്രോസസ് ദി കട്ടിംഗ് എഡ്ജ് ഓഫ് ദി ഡ്രിൽ ബിറ്റ് റിമൂവ് ദി മെറ്റീരിയൽ ഫ്രം ദി വർക്ക് പീസ് ഇൻ ദി ഫോം ഓഫ് ചിപ്സ് രൂപത്തിലാണ് ഈ കട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഈ ചിപ്സ് നമ്മുടെ വർക്ക് പീസിന്റെ ഫ്ലൂട്ട് എന്ന് പറയുന്ന പോർഷൻ കൂടെ എന്താണ് ട്രാവൽ ചെയ്യാണ് ചെയ്യുന്നത്.
അല്ലെ? ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ നോമൻക്ലേച്ചർ എന്താ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഡ്രിഫ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ്. A drift is used for drilling machine is drawing a drill location, indexing chuck on spindle, removing the drill from the machine spindle, removing from broken drill from the work. Option C. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിരിക്കുന്നത്? ഡ്രിഫ്റ്റ് എന്താ? Option സ്പിൻഡിൽ നിന്ന് ഈ പറയുന്ന ഡ്രിൽ ബിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ? സ്പിൻഡിൽ നിന്ന് ഡ്രിൽ ബിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടേപ്പർ ഷേപ്പുള്ള ഒരു ടൂളാണ്. അപ്പൊ നമ്മുടെ ഇവിടെ മെഷീൻ സ്പിൻഡിലിന്റെ കൂടെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പൊ ആ ഹോളിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡ്രിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഡ്രിൽ ബിറ്റിന്റെ ടാങ്ക് പോർഷനെ കാണിച്ചിരിക്കുന്നത്, ടാങ്ക് പോർഷൻ. അപ്പൊ ഈ ഡ്രിഫ്റ്റ് ഒന്ന് മുമ്പോട്ട് പോയുമ്പോൾ ടാങ്ക് എന്താവും? അല്പം താഴേക്ക് മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഡ്രിൽ സ്പിൻഡിൽ നിന്ന് ഈ പറയുന്ന ഡ്രിൽ ബിറ്റിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രിഫ്റ്റ് ഉപയോഗിക്കുന്നത് ഡ്രിൽ ബിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്പിൻഡിലിൽ നിന്ന് കേട്ടോ. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് എ വർക്ക് പീസ് മേഡ് ഓഫ്. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് എ വർക്ക് പീസ് മേഡ് ഓഫ്. അതായത് ഏത് തരം വർക്ക് പീസിനാണ് നമ്മൾ ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ഉപയോഗിക്കുന്നത് വെച്ചിരിക്കുന്നത്? സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ, കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീല്, കോപ്പർ, കാർബൺ സ്റ്റീൽ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ആണ്. നമുക്ക് ഈ ആക്ച്വലി മെറ്റീരിയലിനെ പറ്റി ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ, ഈ എല്ലാ മെറ്റീരിയൽസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കോപ്പർ എന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഈ കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീല്, കാർബൺ സ്റ്റീല് ഇതൊക്കെ അല്പം ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. കമ്പാരിറ്റീവ്ലി ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ കോപ്പർ ആണ്. കോപ്പർ അല്പം ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ തന്നെ ഇവൻ മാത്രമാണ് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവനായിരിക്കും ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ ഒപ്റ്റ് ചെയ്യാൻ പറ്റും. സോ കോപ്പർ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. കോപ്പർ അല്പം ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല് ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, അതുപോലെ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള അലോയ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? നമ്മുടെ ബ്രാസ് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള അലോയ് അല്ലേ? അതുപോലെ എന്താ? ബ്രോൺസ് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള അലോയ് അല്ലേ? ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ പ്ലസ് ടിൻ ആണ് ബ്രോൺസ് എന്ന് പറയുന്നത്. കോപ്പർ പ്ലസ് സിങ്ക് ആണ് എന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പല രീതിയിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കേരള PSC. സോ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ബ്രാസ് തുടങ്ങിയ സാധനങ്ങളെയൊക്കെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഡ്രില്ലാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഡ്രില്ലാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും ഫ്ലൂട്ട്. ഇതിനാണ് ഈ ഭാഗത്തിനാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ഫ്ലൂട്ട് ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിന്. സോ അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെലിക്കലായിട്ടാണ് നമുക്ക് സാധാരണ കാണുന്നത്. ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് സോഫ്റ്റ് മെറ്റീരിയൽസിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദേ ഹാവ് ലെസ് ടെൻഡൻസി ടു ഡിഗ് ഇൻ ഓർ ഗ്രാബ് ദി മെറ്റീരിയൽ. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഡ്രിൽ ബിറ്റിന് സാധാരണ നമ്മൾ ട്വിസ്റ്റ് ഡ്രില്ലാണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രഷർ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ തന്നെ ആ സാധനത്തിന് ഒരു ടെൻഡൻസി ഉണ്ടാവും ഇതിന്റെ അകത്ത് ഇങ്ങനെ കയറിപ്പോവാൻ, മെറ്റീരിയലിന്റെ അകത്ത് കയറിപ്പോവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഫ്ലൂട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടെൻഡൻസി ഒന്നും ഇല്ല, അതവിടെ തന്നെ നിൽക്കുള്ളൂ. മറ്റേതാകുമ്പോൾ അങ്ങോട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ടെൻഡൻസി ഉണ്ടാവും ആ ഡ്രിൽ ബിറ്റിന് അതിന്റെ അകത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. ഇവിടെ അങ്ങനെ ഒരു ഡിഗിങ് ടെൻഡൻസി ഉണ്ടാവത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമുക്ക് ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഡ്രിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദി ഒബ്റ്റ്യൂസ് ആംഗിൾ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ചിസൽ എഡ്ജ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ചിസൽ എഡ്ജ് ആൻഡ് ലിപ്പ്. ചിസൽ എഡ്ജ് ആൻഡ് ലിപ്പ് ആസ് വ്യൂഡ് ഫ്രം ദി എൻഡ് ഓഫ് ദി ഡ്രിൽ ഈസ് കോൾഡ്. അതായത് ചിസൽ എഡ്ജും ഈ ലിപ്പും തമ്മിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരെന്താന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് അറിയണം? ചിസൽ എഡ്ജ് എന്താന്ന് അറിയണം, ലിപ്പ് എന്താന്ന് അറിയണം.
ഓപ്ഷൻസ് എ ബി സി ഡി നോക്കിക്കേ. ഹെലിക്സ് ഓർ റേക്ക് ആംഗിൾ, ചിസൽ എഡ്ജ് ആംഗിൾ, പോയിന്റ് ആംഗിൾ, ലിപ്പ്, ക്ലിയറൻസ് ആംഗിൾ. ചിസൽ എഡ്ജ് ആണോ? ചിസൽ എഡ്ജ് ആംഗിൾ, യെസ്, ചിസൽ എഡ്ജ് ആംഗിൾ ആണ് ആക്ച്വലി. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത് എന്തിനാണ് സാറേ? പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ചിസൽ എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നായി കാണിച്ചിരിക്കുന്നത് നോക്കിയേ. ഈ ചിസൽ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനാണ് നമ്മൾ ചിസൽ എഡ്ജ് എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ എൻഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടാവും അതിന്റെ എൻഡിൽ, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ, അതിന് നമ്മൾ ചിസൽ എഡ്ജ് എന്ന് പറയും. ദെൻ ഇതാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. ലിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കട്ടിങ് എഡ്ജ് ആണ്. ഈ ലിപ്പാണ് കട്ട് ചെയ്യുന്നത്. ഇതൊരു ലിപ്പ്, ഇത് വേറെ ലിപ്പ്. ഇതിന് 2 ലിപ്പുകളാണ് നമ്മുടെ ഡ്രിൽ ബിറ്റിനുള്ളത്. അപ്പൊ ഇവിടെയാണ് ഈ കട്ടിങ് ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ലിപ്പും ഈ പറയുന്ന ചിസൽ എഡ്ജും തമ്മിലുള്ള ആംഗിൾ നമ്മൾ ചിസൽ എഡ്ജ് ആംഗിൾ എന്ന് പറയും. ഇതെന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാലോ, ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഒബ്റ്റ്യൂസ് എന്ന് പറയും. ഓക്കെ, ഒബ്റ്റ്യൂസ്. സോ ഒബ്റ്റ്യൂസ് ആംഗിൾ ബിറ്റ്വീൻ ദി ചിസൽ എഡ്ജ് ആൻഡ് ദി ലിപ്പ് ഇസ് നോൺ ആസ് ചിസൽ എഡ്ജ് ആംഗിൾ. അപ്പൊ ഇതിന്റെ പല ആംഗിൾസ് ഉണ്ട്. ഈ ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചറിൽ പല ആംഗിൾസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആംഗിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെയൊക്കെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോളണം. അതുപോലെ ആംഗിൾ എവിടെയൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതും ഒന്ന് പഠിച്ചു വെച്ചോളണം. അപ്പൊ നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചറായി കാണിച്ചിരിക്കുന്നത്, ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചർ. സോ നോക്കിയാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഈ പോർഷൻ, ഈ പോർഷൻ നമ്മൾ ഷാങ്ക് എന്ന് പറയും. ഷാങ്ക്, അതായത് ഈ ഹെലിക്കൽ ഗ്രൂസ് ഇല്ലാത്ത പോർഷൻ നമ്മൾ ഷാങ്ക് എന്ന് പറയും. ദെൻ ഈ ഗ്രൂസ് ഉള്ള ഈ ഭാഗം, ആ ഭാഗത്തിന് നമ്മൾ ബോഡി എന്ന് പറയും. ബോഡി, ഇത്രയും ഭാഗത്തിനെ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഹെലിക്കൽ ഗ്രൂസ് കട്ട് ചെയ്യുന്നത് ബോഡിയിലാണ് എന്നുള്ളത് ഓർത്തിരുന്നോളൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് ഈ ഹെലിക്കൽ ഗ്രൂസ് കട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ബോഡിയാണ്. പിന്നെ ഈ ഗ്രൂസ്, ഹെലിക്കൽ ഗ്രൂസ്, ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം, അതിന്റെ 3D ഫിഗർ ആയി കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലൂട്ട്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താണ്? നമ്മുടെ ഹെലിക്കൽ ഗ്രൂസ് ആണ്. ഹെലിക്കൽ ഗ്രൂസിനെയാണ് നമ്മൾ ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ചോദിക്കൂട്ടോ, അതിന്റെ നോമൻക്ലേച്ചർ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് പല രീതിയിൽ. സോ അത് ഫ്ലൂട്ട് എന്ന് പറയും. ദെൻ എന്താണ്? ലാൻഡ്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഇത് ഷാങ്കാണ്, ഇത് ഫ്ലൂട്ടാണ്. ദെൻ ഈ ഭാഗം ഇതുണ്ടോ? ഈ ഭാഗം, അതായത് ഈ ഭാഗം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലാൻഡ്. ഓക്കെ, ലാൻഡ്. ഇനി ഈ ലാൻഡിന്റെ ഒരു എൻഡില്, ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം, ലാൻഡിന്റെ ഒരു എൻഡില് ഒരു സിലിണ്ട്രിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സിലിണ്ട്രിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ. സിലിണ്ട്രിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ, ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? മാർജിൻ. ഇതിങ്ങനെ തന്നെ ചോദിക്കട്ടെ, മാർജിൻ കേട്ടോ. ചിലപ്പോ ഒക്കെ ഈ ലാൻഡും മാർജിനും എന്തായിരിക്കും, ചില ടെക്സ്റ്റുകളിലൊക്കെ ലാൻഡിനെയും മാർജിനെയും ഒരേപോലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പുറത്തുള്ള ഈ ഭാഗത്തിന് മൊത്തത്തില് ലാൻഡ് എന്ന് പറയും. ആ രീതിയിലും ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ മോർ ആക്യുറേറ്റ്ലി ഇതാണ് സംഭവം. മാർജിൻ എന്ന് പറയുന്നത് അതിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു സിലിണ്ടറിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഭാഗമാണ് നമ്മുടെ വർക്ക് പീസിന്റെ സർഫസുമായിട്ട്, ആ ഹോളിന്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം ഈ മാർജിനാണ്. കറക്റ്റ് ആയിട്ട് ആ ഹോളിൽ കൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഇവിടെ ചെറിയ റിലീഫ് കിട്ടും ഈ ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഭാഗത്തിന്റെ വ്യത്യാസം. ലാൻഡ് എന്താണ്, മാർജിൻ എന്താണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോളും. അതുപോലെ ഫ്ലൂട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ഭാഗത്തിന്, ഈ ഫ്ലൂട്ടിന്റെ എൻഡിലുള്ള ഈ ഭാഗത്തിനാണ് ലിപ്പ് എന്ന് പറയുന്നത്. 2 ലിപ്പുകൾ ഉണ്ടാവും ഇതിന്. ഒരു ഡ്രിൽ ബിറ്റിന് 2 ലിപ്പുകൾ ഉണ്ടാവും, ആണ് ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഷെയ്ഡ് ചെയ്തേക്കണ ഈ ഭാഗം, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലാങ്ക് എന്ന് പറയും. ഫ്ലാങ്ക് അല്ലെങ്കിൽ വേറൊരു പേര് പറയും ഫേസ് കേട്ടോ. ഫ്ലാങ്ക് അല്ലെങ്കിൽ ഫേസ് എന്നൊക്കെ പറയും അതിന്. ഫ്ലാങ്ക് ഓർ ഫേസ്. ഓക്കെ, സോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഭാഗത്തിന് നമ്മൾ ചിസൽ എഡ്ജ് എന്ന് പറയില്ല, ചിസൽ എഡ്ജ്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടാതെ കുറെ ആംഗിൾസ് ഉണ്ട്. സോ ഒന്നാമത്തെ ആംഗിൾ ആണ് പോയിന്റ് ആംഗിൾ. പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ
ഇതൊരു ഫ്ലാങ്ക് ആണ്, ഇത് വേറൊരു ഫ്ലാങ്ക് ആണ് അല്ലെ, ഫ്ലാങ്കിന്റെ ഒരു എഡ്ജാണ്. നമുക്ക് ഈ ആംഗിൾ, രണ്ട് ഫ്ലാങ്കും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിൾ, ആ ആംഗിളിനെ വിളിക്കുന്നവരാണ് പോയിന്റ് ആംഗിൾ. പോയിന്റ് ആംഗിൾ ജനറലി ഉപയോഗിക്കുന്ന ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രിയാണ്. 118 ഡിഗ്രിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് ആംഗിൾ. അതുപോലെ തന്നെ ഹെലിക്സ് ആംഗിൾ ഉണ്ട്. നമ്മുടെ ഈ ഫ്ലൂട്ടിന്റെ ലീഡിങ് എഡ്ജ് ആണ് ലീഡിങ് എഡ്ജ് എന്ന് പറയുന്നത്. അത് ഈ ഡ്രില്ലിന്റെ ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, ആംഗിളിനെ വിളിക്കുന്നവരാണ് എന്ത്? ഹെലിക്സ് ആംഗിൾ. ഇമ്പോർട്ടൻ്റ് ആണ് ഹെലിക്സ് ആംഗിൾ. ഈ ഹെലിക്സ് ആംഗിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റേക്ക് ആംഗിൾ. നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് റേക്ക് ആംഗിൾ. സോ റേക്ക് ആംഗിളിന് സിമിലർ ആയിട്ടുള്ള ആംഗിൾ ആണ് ഇവിടെ എന്താണ്? ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഹെലിക്സ് ആംഗിൾ. സോ പോയിന്റ് ആംഗിൾ, ഹെലിക്സ് ആംഗിൾ. ഓക്കെ. സോ പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ടു ഫ്ലാങ്സ് അല്ലെ, രണ്ട് ഫ്ലാങ്കുകൾ തമ്മിലുള്ള ആംഗിൾ ആണ്. ഹെലിക്സ് ആംഗിൾ എന്താണ്? മറ്റൊരു പേരാണ് റേക്ക് ആംഗിൾ. ഇസ് ദി ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ എ ലൈൻ ഡ്രോൺ പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ഡ്രില്ല് ആൻഡ് എഡ്ജ് ഓഫ് ദി ലാൻഡ്. ഓക്കെ, നോക്കിയേ, എഡ്ജ് ഓഫ് ദി ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാൻഡ് പോർഷൻ ആണ്. മാർജിനും ആക്ച്വലി ലാൻഡ് പോർഷന്റെ ഭാഗത്ത് വരും. അതിന്റെ എഡ്ജ് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എഡ്ജ് ഓഫ് ദി ലാൻഡ്. ഇനി ലിപ്പ് റിലീഫ് ആംഗിൾ ഉണ്ട്. ലിപ്പ് റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് ആൻഡ് എ ലൈൻ നോർമൽ ടു ദി ഡ്രിൽ ആക്സിസ്. ഫ്ലാങ്കും ഡ്രിൽ ആക്സിസിന് നോർമൽ ആയിട്ടുള്ള ലൈനാണ് ഇത്. ആക്ച്വലി നമുക്കിത് കാണണമെങ്കിൽ ഒരു ഒറിജിനൽ ഡ്രിൽ ബിറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് 2D ഫിഗറിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണമെന്നില്ല. അതായത് ഇതാണ് നമ്മുടെ ഫ്ലാങ്ക് എന്ന് പറയുന്നത്, ഈ ഭാഗം അല്ലെ ഫ്ലാങ്ക്. ഫ്ലാങ്കിന്റെ എഡ്ജ് ഇത് അല്പം ഇൻക്ലൈൻഡ് ആയിരിക്കും. അതും നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനും തമ്മിലുള്ള ആംഗിൾ. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ മതി, ആ ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ മതി. എക്സാമിന് നമുക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ അത് ഏതാണെന്ന് തൊട്ട് കാണിക്കാനോ ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. ഇതിന്റെ വാല്യൂ നോർമലി വരുന്നത് 8 മുതൽ 12 വരെ ഡിഗ്രിയാണ്. 12 വരെ ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് ആൻഡ് എ ലൈൻ നോർമൽ ടു ദി ഡ്രിൽ ആക്സിസ്. അതാണ് എന്ത്? റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഫ്ലാങ്കും ഡ്രിൽ ആക്സിന്റെ നോർമൽ ആയിട്ടുള്ള ആംഗിളും തമ്മിലുള്ള ലൈനും തമ്മിലുള്ള ആംഗിളാണ് ലിപ്പ് റിലീഫ് ആംഗിൾ. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ 3 ആംഗിൾസിന്റെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇങ്ങനെ തന്നെ ചോദിക്കും. ഇത് കാണാൻ പഠിച്ചാൽ ഈ ഡെഫിനേഷൻസ് ഒക്കെ. ഇനി അതല്ലാതെ വേറെ 1-2 പോർഷൻസ് ഉണ്ട്. ഫ്ലൂട്ട്. ഞാൻ പറഞ്ഞ ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂസ് ആണ് അല്ലെ. ആ ഗ്രൂസ് നമ്മൾ കട്ട് ചെയ്യണ ഗ്രൂസ്. ഈ ഫ്ലൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പർപ്പസ് ഉണ്ട്. ഫ്ലൂട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ചിപ്സിനെയൊക്കെ ആക്കോട്ട് മൂവ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഈ ഡ്രിൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ചിപ്സിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂട്ടാണ്. ഫ്ലൂട്ട് ഉള്ളത് കൊണ്ടാണ് ചിപ്സ് പുറത്തേക്ക് വരുന്നത്. അതായത് ചിപ്പ് ഫ്ലോ അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ചിപ്പ് ഫ്ലോ. നമ്മുടെ ഈ കട്ടിങ്ങിന്റെ അങ്ങോട്ടൊക്കെ ലൂബ്രിക്കൻസ് കൊടുക്കണമല്ലോ. ലൂബ്രിക്കേഷൻ അത് ഫ്ലൂട്ട് ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, ഈ ഫ്ലൂട്ട് ആണ് ഈ റേക്ക് ആംഗിൾ. അത് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് റേക്ക് ആംഗിൾ ഫോർ ദി കട്ടിംഗ് എഡ്ജ്. ആരാണ് ഈ കട്ടിംഗ് എഡ്ജിന് റേക്ക് ആംഗിൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂട്ടാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവൽ എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഫ്ലൂട്ട്സ്? ചിപ്പ് ഫ്ലോ, ലൂബ്രിക്കേഷൻ ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ റേക്ക് ആംഗിൾ ഫോർ ദി കട്ടിംഗ് എഡ്ജ്. ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു വെച്ചോളണം. നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും. ഫ്ലൂട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് ആ ഗ്രൂസിനാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. ദെൻ ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സർഫസ് ഓഫ് ദി ഡ്രിൽ വിച്ച് എക്സ്റ്റെൻസ് ബിഹൈൻഡ് ദി ലിപ്പ് ടു ഫ്ലൂട്ട്. അതായത് ലിപ്പ് മുതൽ ഫ്ലൂട്ട് വരെയുള്ള ഭാഗത്തിനെ നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. അതായത് ഈ എൻഡില്, അതായത് ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാങ്കിന്റെ പോർഷനാണ്. ഫ്ലൂട്ടിന്റെ പോർഷനാണ് അല്ലെ. ഈ ഭാഗം ഫ്ലൂട്ടാണ്. ഇതിന്റെ മറ്റേ എൻഡിലുള്ളത് ലിപ്പായിരിക്കും. കട്ടിങ് നടക്കുന്ന ലിപ്പ്. സോ കട്ടിങ് നടക്കുന്ന ലിപ്പ് മുതൽ
ഈ ഫ്ലാങ്ക് വരെ, ഇതാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്, സോറി ഫ്ലൂട്ട് എന്ന് പറയുന്നത്, ഫ്ലൂട്ട് വരെയുള്ള ഈ പോർഷൻ, ഇവിടെ ഗ്രീൻ നിറത്തിലുള്ള ആ പോർഷൻ നമ്മൾ എന്ത് പറയും? ഫ്ലാങ്ക് എന്ന് പറയും. അപ്പോ ലിപ്പിന്റെ പുറംഭാഗം മുതൽ ഫ്ലൂട്ട് വരെയുള്ള സർഫസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാങ്ക്. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ സിലിണ്ട്രിക്കൽ പോർഷൻ അല്ലെങ്കിൽ സിലിണ്ട്രിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ എന്നൊക്കെ പറയും. എക്സാമിന് അങ്ങനെ വെച്ചിട്ടുണ്ട്. സിലിണ്ട്രിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ ഓഫ് ദി ലാൻഡ് ഈസ് നോൺ ആസ് മാർജിൻ. ലാൻഡിന്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ എന്താ ഒരു എക്സ്ട്രാ ഒരു എഡ്ജ് ഉണ്ട്, നമ്മുടെ ഫിഗറിൽ കണ്ടതല്ലേ, അതാണ് എന്ത്? മാർജിൻ. വിഭാഗം മാർജിൻ. ചിസലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പോയിന്റ് വെയർ ടു കട്ടിംഗ് ലിപ്സ് മീറ്റ് അറ്റ് ദി എക്സ്ട്രീം ടിപ്പ്. ടിപ്പിൽ എന്താണ്? രണ്ട് കട്ടിംഗ് എഡ്ജ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ചിസലഡ്ജ് എന്ന് പറയുന്നത്. സോ ആ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഡ്രിൽ ബിറ്റ് കാണാൻ പറ്റുമെങ്കിൽ, റിയലായിട്ട് കാണാൻ പറ്റുമെങ്കിൽ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലിരിക്കും. ഓക്കെ. പർപ്പസ് ഡ്രിൽ ഈസ് പറഞ്ഞേ. സാറേ വെബ് ആംഗിൾ ഇല്ലേ, വെബ് ആംഗിളും ഈ ഒരു ചിസലഡ്ജും സെയിം ഒരു ആംഗിളാണോ രണ്ടും? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഈ വെബ് ആംഗിള് ഇല്ലേ, വെബ് ആംഗിളും ചിസലഡ്ജ് ആംഗിളും ഒന്നാണോ? വെബ് ആംഗിളും എന്ന് പറയുന്ന ഒരു നോമൻക്ലേച്ചർ ഉണ്ടോ? ആ ടെക്സ്റ്റ് ബുക്കില് സാറ് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ടെക്സ്റ്റ് ബുക്കില് വെബ് ആംഗിൾ 55 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അത് 55 ഡിഗ്രിയാണ് കൊടുത്തേക്കുന്നത്. അത് രണ്ടും ഒന്നാണെന്ന് അറിയില്ല. വെബ് ആംഗിളും ചിസലഡ്ജ് ആംഗിളും. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ. അതില് രണ്ട് കട്ടിംഗ് എഡ്ജിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്നാണ് പറഞ്ഞത്. രണ്ട് കട്ടിംഗ് ലിപ്പിനും ഇടയ്ക്കുള്ള ആംഗിൾ സാർ ഇപ്പൊ പറഞ്ഞതാണ്. ചിസലഡ്ജ് ആംഗിൾ അതേ ഡെഫിനിഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വെബ് ആംഗിൾ നമ്മുടെ ചിസലഡ്ജിനും സോറി കട്ടിംഗ് എഡ്ജ് സാറേ, ചിസലഡ്ജില്ലേ, ചിസലഡ്ജിനും ഒന്നിന്റെ കട്ടിംഗ് ലിപ്പിനും ഇടയ്ക്കുള്ള ആംഗിൾ സാർ നേരത്തെ മുമ്പ് പറഞ്ഞത്. ചിസലഡ്ജിനും കട്ടിംഗ് ലിപ്പിനും ഇടയ്ക്കുള്ള ആംഗിൾ 55 ഡിഗ്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. വെബ് രണ്ടാണ് വെബ് ആംഗിൾ. ഒന്ന് റെഫർ ചെയ്തിട്ട് പറയേണ്ടി വരും. ഫ്ലൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്നാണ് കൊടുത്തത്. വെബ് എന്ന് പറഞ്ഞാൽ ഫ്ലൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് വെബ്. അതിനിടക്കുള്ള ആംഗിൾ 55 ഡിഗ്രി അങ്ങനെയാണ് കൊടുത്തത്. ഫ്ലൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആംഗിൾ. ഫ്ലൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് വെബ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഡെഫിനിഷൻ. ഇനി വെബ് ചിസലഡ്ജിനും ആ ഒരു കട്ടിംഗ് ലിപ്പിനും ഇടയ്ക്കുള്ളതാണ് ആ വെബ് ആംഗിൾ എന്ന് പറയുന്നത്. അത് 55 ഡിഗ്രി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചിസലഡ്ജ് ആംഗിൾ അല്ല, അത് എന്താ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. സോ പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടു തവണ പറഞ്ഞു കഴിഞ്ഞു. 118 ഡിഗ്രി ആണ്. ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം കേട്ടോ. പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ. പോയിന്റ് ആംഗിൾ എന്താന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന നമ്മൾ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് കട്ടിംഗ് എഡ്ജും ഈ രീതിയിൽ കാണാൻ പറ്റും. അത് തമ്മിലുള്ള ആംഗിൾ ആണ്. അടുത്തത് ഫോർ ഹാർഡർ മെറ്റീരിയൽ ദി പോയിന്റ് ആംഗിൾ ഓഫ് ദി ഡ്രിൽ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെറ്റീരിയൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോയിന്റ് ആംഗിൾ എങ്ങനെയായിരിക്കണം? നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിന് വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നോക്കാം. അതായത് പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്. അതായത് നമ്മൾ ഡ്രില്ല് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതി ചിന്തിച്ചാൽ രണ്ട് രീതിയിലേക്ക് ആൻസർ പോകും. ഓക്കെ, എന്തുകൊണ്ട് താങ്കൾ ഡിക്രീസർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അപ്പോ ഹാർഡർ നോർമലി 118 ഡിഗ്രി ആണ് ജനറൽ പർപ്പസ്. ഇതാണ് ഈ ആംഗിൾ ആണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, ഇത് നല്ല ഷാർപ്പായിട്ടിരിക്കും അല്ലെ. പോയിന്റ് ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല ഷാർപ്പായിട്ടിരിക്കും. പോയിന്റ് ആംഗിൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഷാർപ്പ് അല്ലാതെ അല്പം വൈഡ് ആയിട്ടിരിക്കും. അപ്പൊ ഈ ഹാർഡർ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോ ഡിക്രീസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഹാർഡാണ്, അപ്പൊ നന്നായിട്ട് കൂർത്തിരുന്നാലാണ് അങ്ങോട്ട് ഇൻഡന്റ് ആവുള്ളൂ എന്ന് വിചാരിച്ചായിരിക്കും പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ലത്. ഹാർഡർ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഈ കുറഞ്ഞ പോയിന്റ് ആംഗിൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എഡ്ജ് ബ്രേക്ക് ആയി പോകും.
ഓക്കെ, ടൂളിന്റെ സ്ട്രെങ്ത് കുറയും, ഡ്രിൽ ബിറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു. സോ നമ്മൾ ലാർജർ ആയിട്ടുള്ള, അതായത് ബിയോണ്ട് 118 ഡിഗ്രി ആയിട്ടുള്ള ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് അല്പം കൂടി സ്ട്രെങ്ത് ഉണ്ടാവും, അവിടെ കട്ടിങ് ആക്ഷൻ നടക്കും, കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. സോ ഹാർഡർ മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേറ്റർ ആയിട്ടുള്ള പോയിന്റ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കണം. സോ ഇൻക്രീസ്ഡ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇൻക്രീസ്, അതായത് ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോയിന്റ് ആംഗിൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോയിന്റ് ആംഗിൾ കുറവായിരിക്കും. അപ്പൊ എന്താണ്, നമ്മുടെ പോയിന്റ് ആംഗിൾ കുറഞ്ഞു കഴിഞ്ഞാൽ ടൂളിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും, സ്ട്രെങ്ത് കുറയും. പോയിന്റ് ആംഗിൾ കൂടുമ്പോൾ ഹെലിക്സ് ആംഗിൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ലില്ല, ഹെലിക്സ് ആംഗിളും പോയിന്റ് ആംഗിളും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അടുത്തതാണ്, ഫോർ ഹാർഡർ മെറ്റീരിയൽ ഹെലിക്സ് ആംഗിൾ ഓഫ് ഡ്രിൽ ഈസ്. ഹെലിക്സ് ആംഗിൾ ആണ് പറയുന്നത്. ഫോർ ഹാർഡർ മെറ്റീരിയൽ ഹെലിക്സ് ആംഗിൾ ഓഫ് ഡ്രിൽ ഈസ് ബിറ്റ്വീൻ 45 degree, sorry, less than 45 degree, between 45 to 60 degree, equal to 45 degree, between 60 to 90 degree. So ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ലെസ് ദാൻ 40. യെസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹെലിക്സ് ആംഗിൾ ക്വസ്റ്റ്യൻ ഇവിടുന്ന് 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ നോർമലി ഉള്ള ഹെലിക്സ് ആംഗിൾ എത്രയാണെന്ന് കേരള PSC ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. യൂഷ്വൽ ഹെലിക്സ് ആംഗിളിന്റെ വാല്യൂ എത്രയാണ്? സോ യൂഷ്വൽ ഹെലിക്സ് ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 to 35 ആണ്. നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. 30, 20, 10, 60 അങ്ങനെ എന്തൊരു ഓപ്ഷൻ ആയിരുന്നു. സോ യൂഷ്വൽ ഹെലിക്സ് ആംഗിളിന്റെ വാല്യൂ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി നമ്മൾ പറയണ്ട കേട്ടോ. ഞാൻ അതല്ല, അങ്ങനെയില്ല, 25 to 35 ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ 27.5 എന്നായിരിക്കും. 25 to 35 ആണ് യൂഷ്വലി ഉള്ള ഹെലിക്സ് ആംഗിൾ. ഓക്കെ, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് യൂഷ്വൽ ഹെലിക്സ് ആംഗിളിന്റെ വാല്യൂ എത്രയാന്നുള്ളത്. ഓക്കെ, ഇനി ലാർജർ ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 45 to 60, അതായത് 35 മുകളിലാണെങ്കിൽ ലാർജർ ആണ്. ലാർജർ ഹെലിക്സ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് വർക്ക് മെറ്റീരിയലിനെ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇമ്പോർട്ടന്റ്, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വർക്ക് മെറ്റീരിയൽ ആണെങ്കിൽ, സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് അലൂമിനിയം, സോഫ്റ്റ്വെയർ, കോപ്പർ, ഇത് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വർക്ക് മെറ്റീരിയൽ ആണ്. സോ സോഫ്റ്റ്വെയർ വർക്ക് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാർജ് ഹെലിക്സ് ആംഗിൾ ഉപയോഗിക്കണം, നിർബന്ധമായിട്ട് കാണിക്കണം. അതുപോലെ തന്നെ സ്മോൾ ഹെലിക്സ് ആംഗിൾ ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാർഡർ മെറ്റീരിയൽസ്. സ്മോൾ ഹെലിക്സ് ആംഗിൾ ഈസ് സ്യൂട്ടഡ് ഫോർ ഹാർഡർ മെറ്റീരിയൽസ്. സോ ഈ 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കേരള PSC അല്ലാതെ, ഇതിൽ A ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സീറോ ഹെലിക്സ് ആംഗിൾ ഉള്ള ഡ്രില്ലിനെ വിളിക്കുന്ന പേരാണ് സ്പേഡ് ഡ്രിൽ. ഈ കാണിച്ചിരിക്കുന്ന സ്പേഡ് ഡ്രില്ലിന്റെ ഹെലിക്സ് ആംഗിൾ എത്രയാണെന്ന് ചോദിക്കാം. 0 ആണ്. ഇപ്പോൾ എവിടെയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത്, കട്ടിങ് അടിച്ച് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇത് ഷാങ്ക്, ഇതിന്റെ ടാങ്ക് പോർഷൻ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ സ്ലീവിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പരിപാടി പോർഷൻ. സോ സ്പേഡ് ഡ്രിൽസിന്റെ ഹെലിക്സ് ആംഗിൾ 0 ആണ്. അത് നിങ്ങൾ ഓർത്തിരുന്നോളം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതെന്തിനാന്ന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഡ്രില്ലിങ്, അതായത് വളരെ ചെറിയ ഒരു ഡയമെൻഷൻ, മൈക്രോ ഡയമെൻഷൻസിലൊക്കെ ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രിൽ ബിറ്റ് ആണ് ഇത് ആക്ച്വലി സ്പേഡ് ഡ്രിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് മെറ്റീരിയൽസ്, ഹൈ പ്രൊഡക്ഷൻ ഡ്രില്ലിങ്, ഓക്കെ, ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സ്പേഡ് ഡ്രിൽ എന്ന് പറയുന്നത്. അതായത് ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഡ്രിൽ ചെയ്യുമ്പോൾ വലിയ ഹോൾസ് ഒന്നും ഡ്രിൽ ചെയ്യില്ല, മൈക്രോ ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പേഡ് ഡ്രില്ല്. അതിന്റെ ഹെലിക്സ് ആംഗിൾ 0 ആണെന്നുള്ളതൊന്ന് ഓർത്തിരുന്നോളണം, ഇത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഈ 2 പോയിന്റാണ് വളരെ ഇമ്പോർട്ടന്റ്. ലാർജ് ഹെലിക്സ് ആംഗിൾ ആണെങ്കിൽ സോഫ്റ്റ് വർക്ക് മെറ്റീരിയൽസിനെ ഡ്രിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സ്മോൾ ഹെലിക്സ് ആംഗിൾ ഡ്രിൽ ബിറ്റ് ആണ് നമ്മൾ ഹാർഡർ ആയിട്ടുള്ള വർക്ക് മെറ്റീരിയലിനെ ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഹാർഡർ ആണെങ്കിൽ എന്തായിരിക്കും, തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലെസ് ദാൻ 45 ഡിഗ്രി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഹാർഡർ മെറ്റീരിയൽ ആണെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്തായിരിക്കണം, കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹെലിക്സ് ആംഗിൾ ഇൻ ട്വിസ്റ്റ് ഡ്രിൽ ഡിറ്റർമൈൻസ് ദി ക്ലിയറൻസ് ആംഗിൾ, പോയിന്റ് ആംഗിൾ, റേക്ക് ആംഗിൾ, ഇൻക്ലിനേഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റേക്ക് ആംഗിൾ ആണ്. റേക്ക് ആംഗിൾ, അതായത് ഈ ഹെലിക്സ്, ഈ നമ്മൾ റേക്ക് എന്ന് പറയുന്ന
ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്പിന്റെ തൊട്ട് ഭാഗമാണ്. നമുക്കത് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കട്ടിംഗ് ലിപ്പിന്റെ തൊട്ട് ബാക്ക് സൈഡിലേക്ക് നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ പറയുകയാണെങ്കിൽ അതിന്റെ റൈറ്റ് ആംഗിൾ എന്താണ്? ഈ ആംഗിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും നമ്മുടെ ഈ ഡ്രിൽ ബിറ്റിന്റെയും കട്ടിംഗ് എഡ്ജ് ഉണ്ട്, അതിന്റെ ഭാഗം ബാക്ക്, അതായത് നമ്മുടെ ചിപ്സ് ഇങ്ങനെ സ്പെയർ ചെയ്ത് പോകുന്ന ഭാഗം അല്പം കുഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ആ ഭാഗത്തിലുള്ള ആംഗിൾ ആണ് എന്ത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഈ റൈറ്റ് ആംഗിളിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹെലിക്സ് ആംഗിൾ ആണ്. ഹെലിക്സ് ആംഗിൾ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ഹെലിക്സ് ആംഗിളിനെ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കാറുണ്ട്. ഹെലിക്സ് ആംഗിളോ റൈറ്റ് ആംഗിൾ, ഇടയ്ക്ക് റൈറ്റ് ആംഗിൾ എന്ന് തന്നെ വിളിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഹെലിക്സ് ആംഗിൾ ആണ് ഈ റൈറ്റ് ആംഗിളിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹെലിക്സ് ആംഗിൾ ആണ് റൈറ്റ് ആംഗിളിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മൂന്നാമത് വേറെ രീതി ചോദിക്കാം, ഈ ഫ്ലൂട്ടാണ് നമ്മുടെ റേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, റേക്ക് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ? ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫ്ലൂട്ട് ഉള്ളതുകൊണ്ടാണ് ഹെലിക്സ് ഉണ്ടാവുന്നത്. സിലിണ്ടറിക്കലി ഗ്രൗണ്ട് ആയിട്ട് നമ്മളിങ്ങനെ ഹെലിക്കലി ഒരു പോർഷൻ ഉണ്ട്, അതാണ് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ എഡ്ജും ഹൊറിസോണ്ടൽ ആക്സിസ് എന്നുള്ള ആംഗിൾ ആണ് ഹെലിക്സ് ആംഗിൾ. ഓക്കെ, ഹെലിക്സ് ആംഗിൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റേക്ക് ആംഗിൾ. സോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഹെലിക്സ് ആംഗിൾ ഇൻ ട്വിസ്റ്റ് ഡ്രിൽ ഡിറ്റർമൈൻസ്, ഹെലിക്സ് ആംഗിൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് റേക്ക് ആംഗിൾ ആണ്. ഹെലിക്സ് ആംഗിൾ ആണ് റേക്ക് ആംഗിൾ എത്രയാന്നുള്ളത് തീരുമാനിക്കുന്നത്. ഹെലിക്സ് ആംഗിൾ മാറുവാണെങ്കിൽ അതിനനുസരിച്ച് റേക്ക് ആംഗിൾ മാറും എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, യൂഷ്വലി ഹെലിക്സ് ആംഗിൾ ഓഫ് എ ഡ്രിൽ ഈസ്. പ്രീവിയസ് കേരള PSC ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലെ? 30 ഡിഗ്രി ഹെലിക്സ് ആംഗിൾ, യൂഷ്വൽ ഹെലിക്സ് ആംഗിൾ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി ആണ്. ഇനി അടുത്ത ലിപ്പ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ. ലിപ്പ് ആംഗിൾ, ഓപ്ഷൻ എ 57 ഡിഗ്രി, ഓപ്ഷൻ ബി 65 ഡിഗ്രി, ഓപ്ഷൻ സി 59, ഓപ്ഷൻ ഡി 70 ഡിഗ്രി. ലിപ്പ് ആംഗിൾ എന്താന്ന് പറയാം, നമ്മുടെ പോയിന്റ് ആംഗിൾ ഉണ്ടല്ലോ, ഇതാണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. യൂഷ്വലി ഉള്ള പോയിന്റ് ആംഗിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ? എത്രയാണ്? 118 ഡിഗ്രി ആണ്. 118 ഡിഗ്രി. അപ്പൊ അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ലിപ്പ് ആംഗിളായി, അതായത് ആ ഡ്രില്ലിന്റെ ആക്സിസും ഈ ലിപ്പും തമ്മിലുള്ള ആംഗിൾ, അതാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 118ന്റെ പകുതി, പോയിന്റ് ആംഗിളിന്റെ പകുതി എത്രയാണ്? 59 ഡിഗ്രി. അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അപ്പൊ ഓപ്ഷൻ സി ആണ്, 59 ഡിഗ്രി ആണ്. ഇതപ്പോൾ ഓർത്തിരിക്കാൻ പറ്റും, എന്താണ്? 118 പോയിന്റ് ആംഗിളിന്റെ പകുതിയാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ, 59 ഡിഗ്രി. കാണാൻ പിടിക്കേണ്ട, 118ന്റെ പകുതിയാന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. അടുത്തത്, പർപ്പസ് ഓഫ് ഹെലിക്കൽ ഗ്രൂവ്സ് ഇൻ ട്വിസ്റ്റ് ഡ്രിൽ. ഹെലിക്കൽ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്ലൂട്ട് ആണ് അല്ലെ? ഫ്ലൂട്ടിന്റെ ഉപയോഗം എന്താ വെച്ചിരിക്കുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ദി സ്റ്റിഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നു, അതായത് ഡ്രിൽ ബിറ്റിന്റെ സ്റ്റിഫ്നെസ്, അതിന്റെ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരിക്കലും അല്ല. സേവ് ദി ടൂൾ മെറ്റീരിയൽ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു സാധനമാണ് സേവ് ദി ടൂൾ മെറ്റീരിയൽ എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അടുത്താണ്, പ്രൊവൈഡ് സ്പേസ് ഫോർ ചിപ്പ് റിമൂവൽ. ഇത് ശരിയാണല്ലേ? ചിപ്പ് റിമൂവലിനുള്ള സ്പേസ് കൊടുക്കുന്ന സാധനമാണ് ഈ ഫ്ലൂട്ട് അല്ലെങ്കിൽ ഹെലിക്കൽ ഗ്രൂവ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് റേക്ക് ആംഗിൾ ഫോർ ദി കട്ടിംഗ് എഡ്ജിന് റേക്ക് ആംഗിൾ തരുന്നതും ഈ പറയുന്ന ഫ്ലൂട്ടാണ്. ഓക്കെ, സോ ഓപ്ഷൻ 3ഉം 4ഉം നമുക്ക് ആൻസർ ആണെന്ന് ഉറപ്പിക്കാം. സേവ് ദി ടൂൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് കറക്റ്റ് ആണ്, കാരണം നമ്മുടെ ആ ഹെലിക്കൽ ഗ്രൂവ്സ് ഉള്ളതുകൊണ്ട് അത്രയും ഭാഗത്ത് മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. സോ ഓപ്ഷനിൽ നമുക്ക് 2, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. 2, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അതുപോലെ 2 മാത്രമായിട്ടുള്ള ഓപ്ഷനും ഇല്ല. 1 and 2 എന്തായാലും ഇൻകറക്റ്റ് ആണ്, കാരണം സ്റ്റിഫ്നെസ് ഇംപ്രൂവ് ആവുന്നില്ല. 1 and 3യും ഇൻകറക്റ്റ് ആണ്, കാരണം എന്താണ്? 1 ഒരിക്കലും വരുന്നില്ല. ദെൻ 2 and 4 and 3 and 4, 2, 4, 3, 4. ഇതില് 3യും 4 ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്, കാരണം അത് ചിപ്പ് റിമൂവൽ സ്പേസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ റേക്ക് ആംഗിൾ തരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
സോ നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 and 4 ആണ്. സോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും കറക്റ്റ് ആൻസർ അറിയാമെന്ന് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താനും പറ്റും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 3 and 4 ആണ്. 3 and 4. ഈ ഇടയ്ക്ക് കേരള PSC സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കുറെ ചോദിക്കുന്നുണ്ട്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഫ്ലൂട്ടിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞത്? ടു ഫോം കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യുന്നു. അലൗസ് ദി ചിപ്സ് ടു എസ്കേപ്പ്. ചിപ്പിനെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ചിപ്പിനെ കേൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കട്ടിംഗ് ഫ്ലൂയിഡ് നമ്മുടെ കട്ടിംഗ് എഡ്ജിൽ റീച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു കട്ടിംഗ് ഫ്ലൂയിഡ് റീച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. റേക്ക് ആംഗിൾ ഫോർ ദി കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ തരുന്നതും ഈ ഫ്ലൂട്ടാണ്. സോ ഫ്ലൂട്ടിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഫ്ലൂട്ട് എന്ന് പറയുന്ന അറിയാലോ, ഈ ഭാഗമാണ് സിലിണ്ടറിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ ഗ്യാപ്പ് പോർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദി ഡ്രില്ലിംഗ് മെഷീൻ യൂസ്ഡ് ഫോർ ലാർജ് ബാച്ച് പ്രൊഡക്ഷൻ. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ, ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഓപ്ഷൻ ഡി ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ ആണല്ലേ. ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾക്ക് വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ. അതായത് ഒരു മെഷീനിൽ തന്നെ നമുക്ക് ഒന്നിലധികം ഡ്രിൽ ബിറ്റുകൾ ഉണ്ടാവും. ഓക്കെ, അത് സൈമൾട്ടേനിയസ്ലി അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് ഒരു സർഫസ്, ഒരു സിലിണ്ടറിന്റെ ഫ്രെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഗിയർ ബോക്സിന്റെ ഫ്രെയിം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ധാരാളം ഡിഫറെന്റ് ഡയമീറ്ററുള്ള ഹോൾസ് ഒക്കെ ഉണ്ടാവും. സോ ഈ ഹോളൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്യാങ് മില്ലിംഗ് മെഷീനിലേക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒറ്റ പാസിൽ തന്നെ, ഒറ്റ സ്ട്രോക്കിൽ തന്നെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് ലാർജ് പ്രൊഡക്ഷൻ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് സ്പോട്ടിൽ തന്നെ നമുക്ക് ഡ്രില്ലിംഗ് ആക്ഷൻ നടക്കും, ഒറ്റ ടേക്കിൽ തന്നെ. സോ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ലാർജ് ബാച്ച് പ്രൊഡക്ഷനിലാണ്. ലാർജ് ബാച്ച് പ്രൊഡക്ഷനിലാണ്. സോ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ ആണ്. ജസ്റ്റ് അത് എന്താണെന്നും അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദി ആംഗിൾ ഫോംഡ് ബൈ ദി ഫ്ലാങ്ക്. ആംഗിൾ ഫോംഡ് ബൈ ദി ഫ്ലാങ്ക് ആൻഡ് എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസ്. ഫ്ലാങ്ക് ആൻഡ് എ പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസ്. നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സംഭവം എന്താണെന്നുള്ളത്. ചിസൽ എഡ്ജ് ആംഗിൾ അല്ല, ആ ചിസൽ എഡ്ജും ലിപ്പും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. പോയിന്റ് ആംഗിളും അല്ല. പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലാങ്കുകൾ അല്ലെ, രണ്ട് ഫ്ലാങ്കുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് പോയിന്റ് ആംഗിൾ. ഹെലിക്സ് ആംഗിൾ ആണോ? ഹെലിക്സ് ആംഗിളും അല്ല. ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്ന ഡ്രില്ലിന്റെ ആക്സിസും നമ്മുടെ ലാൻഡിന്റെ ഒരു എഡ്ജ് അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സ് എന്ന് പറയണത്. അപ്പോൾ അതെന്തായാലും ഹെലിക്സ് ആംഗിളും അല്ല. ദെൻ നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. സോ ലിപ്പ് ക്ലിയറൻസ് ആംഗിളിന്റെ ഡെഫിനിഷൻ ആണിത്. എന്താണ്? ഫ്ലാങ്കും പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ അതാണ് എന്ത്? ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ. ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ നമ്മൾ പറഞ്ഞതാണ്. സോ ഫ്ലാങ്കും പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു അല്ലെങ്കിൽ ലൈൻ റൈറ്റ് ആംഗിൾ ടു ദി ഡ്രിൽ ആക്സിസും തമ്മിലുള്ള ആംഗിൾ ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 to 12 ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 8 to 12 ലിപ്പ് ക്ലിയറൻസ് ആംഗിളിന്റെ വാല്യൂ 8 to 12 ആണ്. സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 8 മുതൽ 12 വരെയാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്? ക്ലിയറൻസ് ആംഗിൾ ആണല്ലോ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിനുണ്ട് ഈ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്ന സാധനം. സോ ഇങ്ങനെ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഈ കട്ടിംഗ് എഡ്ജും വർക്ക് പീസും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് ഈ ക്ലിയറൻസ് ആംഗിൾ ആണ്. ലിപ്പ് ക്ലിയറൻസ് ആംഗിൾ ആണെന്നുള്ള ഓർത്തിരുന്നോളൂ. ജസ്റ്റ് ഒന്ന് കാണാൻ പഠിച്ചാൽ മതി. ലിപ്പ് ക്ലിയറൻസ് ആംഗിളിന്റെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് ആൻഡ് എ പ്ലെയിൻ റൈറ്റ് ആംഗിൾസ് ടു ദി ഡ്രിൽ ആക്സിസ്. യൂട്യൂബിലേക്ക് വീഡിയോ എടുത്ത് നോക്കുക. അപ്പം കറക്റ്റ് ആയിട്ട് എന്റെ 3D വീഡിയോ കിട്ടും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാവും. സോ ഇതിന് ആംഗിൾ എന്ന് പറയുന്നത് 8 to 12 ഡിഗ്രിയാണ് യൂഷ്വലി ഉള്ളത്. ഇത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആംഗിൾ ആണ്. ഈ 3 പോയിന്റുകൾ ലിപ്പ് ക്ലിയറൻസ് ആംഗിളിനെ പറ്റിയുള്ള പോർഷനിൽ നിങ്ങൾ ഓർത്തിരുന്നോളൂ.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദി സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ലിപ് ക്ലിയറൻസ് ആംഗിൾ ഈസ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്, 8 മുതൽ 12 ഡിഗ്രി ആണ് അല്ലെ സ്റ്റാൻഡേർഡ് വാല്യൂ. അടുത്തതാണ്, വിച്ച് ആംഗിൾ ഈസ് പ്രിവെന്റിംഗ് ദി കട്ടിംഗ് എഡ്ജ് ഫ്രം റബ്ബിംഗ് ആക്ഷൻ. ഏതാണ്? ക്ലിയറൻസ് ആംഗിൾ ആണ്, ക്ലിയറൻസ് ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രിൽ ഡയമീറ്റർ ഈസ് മെഷേർഡ് ഓവർ ദി. ഡ്രിൽ ഡയമീറ്റർ ഈസ് മെഷേർഡ് ഓവർ ദി. നമ്മൾ ഡ്രിൽ ഡയമീറ്റർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പോർഷനിൽ വെച്ചാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻ എ മെയിൻ ബോഡി, ഓപ്ഷൻ ബി മാർജിൻ അറ്റ് ദി ഡ്രിൽ പോയിന്റ്, ഓപ്ഷൻ സി ഹീല് ലിപ്സ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് മാർജിൻസ്. ആ മാർജിൻസിന്റെ ഡയമീറ്റർ ആണ് എന്ത്, ഈ പറയുന്ന ഡ്രിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ, മാർജിൻസ്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ലാൻഡ് എന്ന് കാണും, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാർജിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, മാർജിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവില്ല. ലാൻഡ് എന്നുള്ള ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ ലാൻഡ് ആയിരിക്കും ആൻസർ. എന്തായാലും മാർജിനും ലാൻഡും ഒരുമിച്ച് വരില്ല കേട്ടോ. ഡ്രിൽ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലേ നിങ്ങൾ ലാൻഡ് എന്ന് പറയാം, ലാൻഡ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ. ഈ ലാൻഡ് ഓപ്ഷനിലില്ല, മാർജിൻ ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ മാർജിൻ എന്ന് പറയാം കേട്ടോ. രണ്ടും ആൻസർ ആണ്, രണ്ടും ഒരുമിച്ച് വരത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പോർഷൻ ഓഫ് ദി ഡ്രിൽ ഓൺ വിച്ച് പോർഷൻ ഓഫ് ദി ഡ്രിൽ ദി ഫ്ലൂട്ട്സ് ആർ കട്ട്. നമ്മൾ ഫ്ലൂട്ട് ആ സിലിണ്ടറിക്കലി ഗ്രൗണ്ട് ആയിട്ടുള്ള പോർഷൻ എവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിരിക്കുന്നത്? ബോഡി, ടാങ്ക്, ഷാങ്ക്, പോയിന്റ്. ബോഡിയാണ്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു, ബോഡി എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ഷാങ്ക് ഒഴികെ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ബോഡി എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ സിലിണ്ടറിക്കലി കട്ടായിട്ടുള്ള പോർഷൻസ്, സിലിണ്ടറിക്കലി ഗ്രൗണ്ട് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സോറി, നമ്മുടെ ഫ്ലൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, ഹെലിക്കൽ ഫ്ലൂട്ട്സ്. ഈ ടാങ്ക് എന്തിനാ ഉപയോഗിക്കുന്ന? ടാങ്ക് സ്ലീവിലോട്ട് വെക്കാനായിട്ട്, സ്ലീവിലേക്ക് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് എന്ത്, ഈ ടാങ്ക് എന്ന് പറയുന്നത്, ടാങ്ക്. സോ ഇത്രയും ഭാഗത്തിന് നമ്മളെ ബോഡി എന്ന് പറയുന്നത്, ഇത്രയും ഭാഗത്തിന് മൊത്തത്തില് ബോഡി എന്ന് പറയും. ഇത് ഷാങ്ക്, ഇത് ടാങ്ക് കേട്ടോ.